ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പൈത്തൺ ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കുന്നത് വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്, അത് എങ്ങനെ നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക, അത് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മളൊന്ന് നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് വെർച്വൽ എൻവയോൺമെൻറ്റ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. വെർച്വൽ എൻവയോൺമെൻറ്റ് ഈസ് എ പൈത്തൺ എൻവയോൺമെൻറ്റ് സച്ച് ദാറ്റ് the Python interpreter libraries and script installed into it are isolated from those installed in other virtual environments and something എന്ന് പറയുന്നുണ്ട്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഒരു പൈത്തൺ എൻവയോൺമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വേറെ ഒരു എൻവയോൺമെൻറ്റുകളിൽ നിന്ന് പൈത്തൺ ഇൻ്റർപ്രെറ്റർ ലൈബ്രറി സ്ക്രിപ്റ്റ് എന്നിവ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഇതെന്താ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു, അതിനുശേഷം നമ്മൾ ജാങ്കോ ഒരു 1.10 അല്ലെങ്കിൽ എത്ര ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ ചെയ്തു. ഇപ്പോൾ പൈത്തൺ 3 സംതിങ് ചെയ്തു. പിന്നെ പാക്കേജസ് P1 എന്ന് പറഞ്ഞൊരു പാക്കേജ് 1.2 P2 പാക്കേജിന് പേരുണ്ടാവും, നമ്മളിപ്പോൾ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. ഇപ്പോൾ നമ്മളിപ്പോൾ പൈത്തൺ പാക്കേജുകളും എന്ത് ചെയ്തു, ഗ്ലോബലിയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പാക്കേജ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ P2 എന്ന് പറഞ്ഞ പാക്കേജ് നമ്മൾ വേറെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് അപ്ഡേറ്റ് ചെയ്താൽ പാക്കേജ് 1.34 ആയി. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, ഇതിൽ എത്ര പ്രൊജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എൻവയോൺമെൻറ്റ് ഫോൾഡർ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഓരോ എൻവയോൺമെൻറ്റ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ EV1 കൊടുത്തു, E2 കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ 2 വെർച്വൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കാണ് പിന്നീട് നമ്മൾ ജാങ്കോ 1.10 നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു. അടുത്ത എൻവയോൺമെൻറ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ജാങ്കോ എന്ത് ചെയ്യാം, 1.11 എന്ന് പറഞ്ഞാൽ വേർഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റും ഈ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റും നമുക്ക് ഡിഫറെൻറ്റ് പാക്കേജസുകളും ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നമ്മൾ ഈ എൻവയോൺമെൻറ്റ് വേരിയബിളിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ പ്രൊജക്റ്റുകൾ നമ്മൾ പ്രൊജക്റ്റ് 1 നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൊജക്റ്റ് നമ്മൾ 3 കൊടുത്തു, ഇവിടെ 2 ഉണ്ടെങ്കിൽ 2 കൊടുക്കുക. ഈ പാക്കേജുകൾ നമ്മൾ ഇപ്പോൾ 1.4 ആണെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിനെ അത് ബാധിക്കുന്നില്ല. ഇത് ഈ ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഫോൾഡർ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇത് ഈ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എൻവയോൺമെൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലോബലി നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിൾ യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ്. എന്ന് വെച്ചാൽ നമുക്ക് ആ പ്രൊജക്റ്റിനെ എന്ത് ചെയ്ത് പഴയ വേർഷൻ പോകുന്നുള്ള പ്രശ്നം വരുന്നില്ല. എന്ന് വെച്ചാൽ ഇതിലാവുമ്പോൾ എന്തായി, ഇപ്പോൾ നമ്മളിവിടെ ഈ 1.3 അപ്ഡേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ 1.4 ചെയ്യുമ്പോൾ ഈ ഒരു പഴയ വേർഷൻ ഇവിടുന്ന് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്. നമുക്ക് ഡിഫറെൻറ്റ് വേർഷൻസിൽ നമുക്ക് ഒരേ സമയം ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ള ഒരു ഇതാണ് എന്തിലുള്ളത്, പൈത്തൺ വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് നമുക്ക് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യാം, അതിലേക്ക് എങ്ങനെ നമുക്ക് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. വെർച്വൽ എൻവയോൺമെൻറ്റ് നമ്മൾ സിസ്റ്റത്തിൽ ഗ്ലോബലി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. നമ്മൾ pip install virtual env എന്ന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ഇൻസ്റ്റാൾ എന്നൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വെർച്വൽ എൻവയോൺമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് വെർച്വൽ എൻവയോൺമെൻറ്റ് ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ അതിൻ്റെ വേർഷൻ അറിയണമെങ്കിൽ വെർച്വൽ ENV 20.1 ഫ്രം COCs ലൈബ്രറീസിൽ നമ്മളെ വെർച്വൽ എൻവയോൺമെൻറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്.
ഇനി നമുക്ക് വെർച്വൽ എൻവയോൺമെൻറ്റ് ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. സിസ്റ്റത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വെർച്വൽ എൻവയോൺമെൻറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത്, നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നത് നമ്മൾ ഡി ഡ്രൈവിലാണ്. അപ്പോൾ നമ്മൾ ഡിയിലേക്ക് പോയിട്ട് നമ്മൾ അതിൽ CD പൈത്തൺ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫോൾഡർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പോയിട്ട് ഇതിലാണ് നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് അതിനായിട്ട് നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് കൊടുക്കുക, ENV. നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഫോൾഡറിന് ഒരു പേര് കൊടുക്കും. അതിനുശേഷം നമ്മൾ എൻ്റർ അടിച്ചു. വേറെ പൈത്തൺ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കമാൻഡ് ഇതൊക്കെ ഉണ്ട്. നമുക്ക് നമ്മൾ ENV എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. ക്രിയേറ്റഡ് വെർച്വൽ എൻവയോൺമെൻറ്റ് പൈത്തൺ 3.12 പറഞ്ഞ വേർഷൻ വെച്ചിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫോൾഡർ ഒന്ന് എടുത്ത് നോക്കാം. ENV ആണോ, ഇതിൻ്റെ അകത്ത് ലൈബ്രറീസും കാര്യങ്ങളും സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വേറെ ഒരു കമാൻഡ് ഉണ്ടോ, പൈത്തൺ വേർഷൻ -m ENV പിന്നെ വെർച്വൽ എൻവയോൺമെൻറ്റ് നെയിം. ഇത് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് കണ്ടോ, ഇതിൽ വേർഷന് പകരം ഓട്ടോമാറ്റിക്കലി വേർഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പൈത്തൺ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ പൈത്തൻ്റെ വേർഷൻ വെച്ചിട്ട് ഈ കമാൻഡ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടത് വെച്ചാൽ നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിൾ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ അകത്ത് ഒരു ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉണ്ടായിരിക്കും. ആ ഫയൽ ഒന്ന് റൺ ചെയ്താൽ നേരെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് CD എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ പാത്തിലേക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഫോൾഡറിൻ്റെ അകത്ത് നമ്മളിവിടെ ENV1 എന്ന് പറഞ്ഞ എൻവയോൺമെൻറ്റ് ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ ഒരു ഫയലുണ്ടോ, ഇതൊന്ന് റൺ ചെയ്താൽ മതി. അപ്പോൾ അതിന് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് CMD എന്ന് കൊടുത്താൽ നേരെ കമാൻഡ് പ്രോംപ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇവിടെ നേരെ ആക്ടിവേറ്റ് എന്ന് കൊടുക്കാം. ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റർ അടിച്ചാൽ ഇപ്പോൾ നമ്മളെ എൻവയോൺമെൻറ്റ് വേരിയബിൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മളെ എൻവയോൺമെൻറ്റ് വേരിയബിളിൻ്റെ പേര് കണ്ടോ അവിടെ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്താണ് നമ്മൾ പിപ്പ് കമാൻഡ് യൂസ് ചെയ്ത് ഇപ്പോൾ Django അല്ലെങ്കിൽ വേറെ പാക്കേജസൊക്കെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമുക്ക് പിപ്പ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ഉണ്ട്. അതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇത് വർക്കിംഗ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആണോ, പിപ്പ് ടു ദ വാല്യൂ സെറ്റപ്പ് ടൂൾ വീൽ ഇത്രയും കാര്യങ്ങളിവിടെ കാണിക്കുന്നുണ്ട്. ഇതിലായിട്ടാണ് നമ്മൾ Django ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പിപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുക. ഇൻസ്റ്റാൾ Django എന്ന് കൊടുക്കാം. അതിനുശേഷം എൻ്റർ അടിക്കാം. അപ്പോൾ ഉണ്ടോ, ഡൗൺലോഡിങ് എന്നൊക്കെ പറഞ്ഞാൽ Djangoൻ്റെ 4.17 PY എന്ന് പറഞ്ഞാൽ ഇതിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ Django 4.17 എന്ന് പറഞ്ഞ വേർഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പാക്കേജൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിപ്പ് ഫ്രീസ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യാം. Django 4.17 SQL 4.3 TZ ഡാറ്റ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇനി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇതിൽ നമുക്ക് ഫ്രീസ് എന്ന് പറഞ്ഞാൽ പിപ്പ് ഫ്രീസ് എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹൗ ടു ഡീആക്ടിവേറ്റ് എ വെർച്വൽ എൻവയോൺമെൻറ്റ്. ഡീആക്ടിവേറ്റ് ഇവിടെ കൊടുത്തു, എൻ്റർ അടിച്ചാൽ നേരെ നമ്മൾ അതൊന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ഇൻ പൈത്തൺ എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മൾ ആ ഫോൾഡർ എന്താണ്, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. അതിനുശേഷം നമ്മളത് ആക്ടിവേറ്റ് ചെയ്തു. അതിൻ്റെ പിപ്പ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് വർക്കിംഗ് ആണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. പിന്നെ Django ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിളിൻ്റെ അകത്തുള്ള എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പിപ്പ് ഫ്രീസ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തു. നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിൾ ഡീആക്ടിവേറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു പൈത്തൺ പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻവയോൺമെൻറ്റ് ഫോൾഡറിലേക്ക് നമുക്ക് വേറെ പാക്കേജസ് എങ്ങനെ അത് നമുക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക്
എന്താണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.